എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ഉണ്ടെന്നതാണ് കോളേജിൽ കാണിച്ചാൽ തന്നെ അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതിന് കേലോ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് 1,20,000 രൂപ കുട്ടികളുടെ വേർപാടിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖം ആചരിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂൾ ഗെയിംസ് ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉൾപ്പെടുത്താമെന്നുള്ളതാണ് നമുക്ക് നമ്മളെ 66ാമത് ജില്ലാ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇപ്പോൾ 63 കളരിയിൽ നിന്നാണ് പങ്കെടുത്തിട്ടുള്ളത്. 683 കുട്ടികൾ ഇതിൽ ഈ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ മത്സരിച്ച് ഇവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ സംസ്ഥാന തലത്തിലേക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എടുത്ത് നാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ കേലോ ഇന്ത്യ, അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ് ഇതിലെല്ലാം ഈ കളരിപ്പയറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങൾ, അതായത് ഇവർക്ക് ഇന്ന് സംസ്ഥാനത്തായാലും അതുതന്നെ കേലോ ഇന്ത്യയിലായാലും അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇന്ന് കോളേജ് തലത്തിൽ തന്നെ വളരെ നല്ല ഒരു ഗുണം കിട്ടുന്നതാണ്. കോളേജിൽ കാണിച്ചാൽ തന്നെ അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതിന് കേലോ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് 1,20,000 രൂപ കുട്ടികൾ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഉള്ളത്. അതുതന്നെ ഇപ്പം നാഷണൽ ഗെയിംസിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ വിജയിച്ച കുട്ടികൾക്ക് ഫസ്റ്റിന് 5 ലക്ഷം രൂപ വരെ, അതാണ് 3, 2 അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ഈ കളരിപ്പയറ്റിനെ കൊണ്ട് ഉണ്ട്. ഇന്നിവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്നലെ ഇന്നും പങ്കെടുത്ത കുട്ടികൾക്ക്, അതായത് നമ്മളിവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. 2000 ചില്ലറ ആൾക്കാർക്കാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ കളരിപ്പയറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ വയസ്സായ ഗുരുക്കന്മാർക്ക് നമ്മൾ ഓണത്തിന്, വിഷുവിന് പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമായാൽ ആസ്പത്രി ചിലവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കളിക്കുന്ന കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും എല്ലിന് പൊട്ട് വീണാൽ ആസ്പത്രി കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 10,000 രൂപ നമ്മൾ അന്നേരം തന്നെ ചിലവിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കളരിപ്പയറ്റിന് വേണ്ടി കണ്ണൂർ ജില്ല ചിലവാക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഇങ്ങനെയുള്ള ഒരു പരിപാടികളും വേറെ ഒരു ജില്ലയും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് നമുക്ക്. അസോസിയേഷൻ്റെ നമ്മളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനങ്ങൾ എപ്പോഴും എടുത്ത് അത് ഗവൺമെൻറ്റിനെ അറിയിക്കലുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം ഗോവിന്ദ മാഷക്ക് നമ്മുടെ നാഷണൽ ഗെയിംസിലേക്ക് നമ്മൾ സ്കൂൾ ഗെയിംസ് ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിൽ നിന്ന് ഉൾപ്പെടുത്താമെന്നുള്ളതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഗുരുക്കന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം വയസ്സായ ഗുരുക്കന്മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നമ്മളോട് സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ നിവേദനം കൊടുക്കുന്ന അല്ലാണ്ട് അതിനൊരു ഇതും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ വയസ്സായ കുറച്ച് ഗുരുക്കന്മാരെ ഉണ്ടാവുമല്ലോ, അവർക്കെങ്കിലും ഇനിയൊരു ധനസഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിനൊക്കെ പറയേണ്ടത്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ രാവിലെ 8 മണിക്കായിരുന്നു നമ്മൾ ഇവിടുത്തെ മത്സരം പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാഷണൽ സെക്രട്ടറിയുടെ
അനുശോചനം രേഖപ്പെടുത്തിയിട്ടാണ് നമ്മളെല്ലാ കുട്ടികളും നമ്മളെല്ലാം ഈ ലൈനായി നിന്ന് ഈ അനുശോചനം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇന്നലെ മത്സരം തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുഷ്പാർച്ചനയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ജൂനിയർ മത്സരം നടക്കുന്ന സമയത്തും നമ്മളെല്ലാവരും നിരന്നു നിന്ന് കുട്ടികളടക്കം ഗുരുക്കന്മാർ എല്ലാവരും കൂടെ ഇവിടെ വിളക്ക് കത്തിച്ച് ഈ അനുശോചനം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ കളരിപ്പയറ്റ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ അദ്ദേഹമാണ് ഈ കളരിപ്പയറ്റിനെ ഈ നിലയിൽ എത്തിക്കാൻ കാരണം. മുൻപന്തിയിൽ നിന്ന് അയാളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം മറ്റുള്ളവർ, പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ആരോഗ്യം നോക്കാതെ അദ്ദേഹം ഈ കളരിപ്പയറ്റിന് വേണ്ടി 20 സംസ്ഥാനത്ത് കളരിപ്പയറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും പോയി ഈ കളരിപ്പയറ്റിനെ പുരോഗതിയിലെത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം മെനക്കെട്ട ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് പൂന്തറ സോമൻകുരിക്കൾ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖം ആചരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ ഈ കളരിപ്പയറ്റ് മത്സരം ഇപ്പം നാഷണൽ ഗെയിംസിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച കുട്ടികൾക്ക് ഫസ്റ്റിന് 5 ലക്ഷം രൂപ വരെ, അതാണ് 3, 2 അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ഈ കളരിപ്പയറ്റിനെ കൊണ്ട് ഉണ്ട്. ഇങ്ങോട്ട് വരുന്നില്ല.